കുടുംബ കാഴ്ചകളിലേക്ക് സ്വാഗതം. എഴുന്നേക്കൊന്നും വേണ്ടടി, ബഹുമാനമൊക്കെ മനസ്സിൽ മതി. എല്ലാം മനസ്സിൽ വെച്ചോണ്ടിരുന്നായിരുന്നെങ്കിൽ ഞാനിവിടെ കാണിയാലായിരുന്നു. നീ എവിടെ പോകാനാടി? ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ വരും. ഒന്ന് പോയെന്റെ അപ്പച്ച. അന്ന് കരഞ്ഞു വിളിച്ച് എന്നെ കെട്ടിച്ചേരണമെന്നും പറഞ്ഞ് ചാക്കോപ്പാപ്പനെ വന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല മഠത്തിലും പോയി വല്ല മദർ സുപ്പീരിയറും ആയേനെ. പിന്നെ മദർ സുപ്പീരിയർ എന്ന് പറഞ്ഞ ജില്ലാ കളക്ടർ അല്ലേ? ഒന്ന് പോടി. സോഫി എന്തിയെ? ഒരനക്കവും കേൾക്കുന്നില്ലല്ലോ. കെട്ടിയോനും കെട്ടിയോളും കൂടെ കല്യാണത്തിനാന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. നഖം വെട്ടി കഴിഞ്ഞെങ്കിൽ ഇത് ഇത്തിരി പുഴമീനാ, പുളിയിട്ട് വെക്ക്. വറക്കണോ? നീ എന്തേലും ചെയ്യ്, വേഗം വേണം. പ്രായമായിട്ടും തിരക്കിനൊരു കുറവുമില്ല. സോഫി, എന്നാ പറ്റി? ഇതെന്തിനാടി കരയുന്നേ? മോൻ വരുമ്പോ ചോദിച്ചു നോക്ക്. എടി അന്നക്കുട്ടി ഒന്നിഞ്ഞു വന്നേടി. ഈ മനുഷ്യന്റെ ഒരു കാര്യം. എന്താ വിളിച്ചത്? അല്ല അപ്പച്ച, ഓട്ടോയിൽ ആരാ വന്നത്? സ്വർഗത്തിൽ നിന്ന് മാലാക. മാലാക ഓട്ടോ പിടിച്ചു വരുമെന്നല്ലല്ലോ പറഞ്ഞത്. എന്നിട്ടാ മാലാക എന്തിയെ? വന്നിറങ്ങിയപ്പം മാലാകയായിരുന്നു. പിശാചിന്റെ രൂപം ധരിച്ചോണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. തമാശിക്കാതെ കാര്യം പറ അപ്പച്ച. വേറെ ആര് വരാനാടി? സോഫിയ. അവൾ ഒറ്റയ്ക്കാണോ വന്നത്? ജോർജ് എവിടെ? നീ ഒന്ന് ചെന്ന് നോക്കി, എന്തോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്തു പറ്റി? ഞാനും നോക്കട്ടെ. സോഫി മോളെ, സോഫി കഥ തുറക്കും മോളെ. സോഫി കഥ തുറക്ക്. മാതാവേ, ഞാൻ വിളിച്ചിട്ട് അവളൊന്നും മിണ്ടുന്നില്ലെന്നേ. ഇനി എന്നാ ചെയ്യാ? ഒരു പണി ചെയ്യ്, നീ ജോർജിനെ ഒന്ന് വിളിച്ചേ. ഇതൊന്ന് കുത്തിത്താ. ഇത്രയും പ്രായമായിട്ട് ഒരു ഫോൺ ചെയ്യാൻ പോലും അറിയാൻ മേല. ഇതാ. അടിക്കുന്നുണ്ട്. ഹലോ, എടാ ജോർജേ, നീ എവിടെയാ? സോഫി ഇവിടെ വന്നിട്ട് നിന്നെ കണ്ടില്ലല്ലോ. ഹലോ. അവൻ എന്നാ പറഞ്ഞു? അവൻ കട്ടാക്കിന്നാ തോന്നുന്നേ. എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. മോളിന്ന് നേരത്തെ വരുന്നുണ്ടല്ലോ. ഇന്ന് രണ്ടുപേരും ഉണ്ടല്ലോ. അപ്പച്ചനും അമ്മച്ചിയും കൂടെ എന്നാ എടുക്കുക? കണ്ടില്ലേ, പത്രം വായിക്കുക. അമ്മച്ചി കത്തി കൊണ്ട് പേപ്പർ മുറിച്ചു കൊടുക്കാണോ? നിന്റെ അപ്പച്ചനെ മേയ്ക്കാൻ ഇതൊന്നും പോരെ മോളെ. എന്തായാലും അമ്മച്ചി ആ പറഞ്ഞത് ശരിയാ. ദേ നോക്കിക്കേ, അമ്മച്ചിക്ക് ഞാനൊരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കെങ്ങും വേണ്ട. നിന്റെ അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്ക്. കൊറേ നേരമായി കഥ കടച്ച് അകത്തിരിപ്പാ. അതെന്നാ പറ്റി അപ്പച്ചാ? എന്തോ പറ്റി മോളൊന്ന് എന്ന് നോക്കിയേ. എന്നാ ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്റെ പുന്നാര അപ്പച്ചൻ. അമ്മച്ചി അവളെന്തി? അവളെ ഇനി ഞാൻ നിക്കടാ അവിടെ. എന്നാ പറ്റി? എന്നാ പറ്റണം? വെറുതെ മനുഷ്യരെ തീ തിരിച്ചു. അവളെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. കല്യാണ വീട്ടിലും അങ്ങാടിലൊക്കെ അന്വേഷിച്ചു. ഫോണാണ് സ്വിച്ച് ഓഫ്. അതിനെന്നാ ഉണ്ടായി? എനിക്കറിയില്ല. അവളെന്തി? അവളോട് ചോദിക്കുക. നീ ഒന്ന് അടങ്ങടാ. അവള് റൂമിലുണ്ട്. ജാൻസി മോളും വന്നിട്ടുണ്ട്. നീ വെറുതെ ഒരു സീനുണ്ടാക്കണ്ട. എന്താ മോളെ, എന്തിനാ കരയുന്നേ? അമ്മ വാതില് തുറക്കുന്നില്ല. സോഫി മര്യാദക്ക് വാതിലുറക്ക്. എന്റെ തനിനിറം നീ കാണും. നിങ്ങളുടെ തനിനിറം കണ്ടതുകൊണ്ട് തന്നെയാ ഞാൻ ഇതിനകത്തിരിക്കുന്നത്. എന്താടാ ഇവിടെ ഒരു ബഹളം? അപ്പം കാണുന്നില്ല എന്താ നടക്കുന്നെന്ന്. എനിക്കറിയാമല്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. മോളെ വാ.
ഹലോ. ജോർജ്, ഇരി. ജോർജ്, നീ ഈയിടെയായി സോഫിയുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. സംസാരം തീരെ കുറവാണല്ലേ? അങ്ങനെ ഇന്നല്ലോ അച്ഛോ, മാർച്ചിൽ ക്ലോസിംഗിന്റെ തിരക്കല്ലേ, അതായിരിക്കും. ഇന്ന് കല്യാണത്തിന് പോയിട്ട് അവളെ ഒന്നും മൈൻഡ് ചെയ്തില്ലല്ലോ താൻ. സോഫിയെ ഹാളിലിരുത്തി പോയിട്ട് ആ വഴിക്ക് വന്നില്ലെന്നാണല്ലോ അവള് പറയുന്നത്. എന്റെ പൊന്നച്ചോ, അച്ഛനറിയാലോ എന്റെ കൂടെ ജോലി ചെയ്യുന്ന വടക്കൽ വെബിന്റെ കല്യാണമായിരുന്നു ഇന്ന്. അവന് ബന്ധുക്കളെ ആരുമില്ല. ഞങ്ങൾ കൂട്ടുകാർ നടത്തുന്ന കല്യാണമാണ്. അതിന്റെ തിരക്കായിരുന്നു. നിലത്ത് നിന്നിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് അവളുടെ ഒരു... അപ്പൊ നീ വെള്ളം കുടിപ്പിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ കൂടെ കൊണ്ടുവരുന്ന പെണ്ണേതായിരുന്നു? ആഹാ, അങ്ങനെയാണോ അച്ഛനെ കുറിച്ച് കരുതിയിരുന്നത്? ആളുകളുടെ മനസ്സും സ്വഭാവം ഒന്നും മാറാൻ അധികം സമയമൊന്നും വേണ്ട. അച്ഛനും അവളുടെ കൂടെ കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ? ജോർജെ, കിടന്നുരുളാതെ കാര്യം പറയടൂ. ഞാൻ ചുറ്റിപ്പറ്റി നടന്നത് കമ്പനിയുടെ വൈസ് പ്രസിഡന്റാ. അവരെ ശ്രദ്ധിച്ചില്ല എന്റെ ജോലി പോകും. അതാ. അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ജോലി പോയേക്കാം. എന്നാലേ ഭാര്യയെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, മനസമാധാനം പോവും. മനസ്സിലായോ നിനക്ക്? മനസ്സിലായേ. എന്നാ പോയി നീ അവളെ വിളിക്ക്. ഞാൻ വിളിക്കില്ല അച്ഛാ, അച്ഛൻ വിളിച്ചാ മതി. എനിക്കതല്ലേ പണി, പോയി വിളിക്കടാ. ഞാൻ പള്ളിമുറി കാണും, അങ്ങോട്ട് വന്നേരെ. സോഫി, അച്ഛൻ വിളിക്കുന്നു. ഈ കണക്ക് നമുക്ക് പള്ളി കമ്മിറ്റിയിൽ വെച്ചതിന് ശേഷം ഞാൻ ഒപ്പിടാം. ശരി അച്ഛോ. അച്ഛോ, എന്നാ ശരി. ഇരിക്ക്. ജോർജ്, നീ ചുറ്റിക്കിറങ്ങിയ പെണ്ണേതാണെന്ന് ഇവളോട് പറഞ്ഞിരുന്നോ? എന്നെ ഒന്ന് നോക്കിയിട്ട് പോലുമില്ല, പിന്നെയല്ലേ പറയുന്നത്. സോഫി, നീ മിണ്ടരുത്. നിനക്കൊന്ന് ചോദിക്കാമായിരുന്നല്ലോ ചാടി പുറപ്പെടുന്നതിന് മുമ്പ്. എന്റെ കൂടെ 10-15 വർഷമായി താമസിക്കുന്നവൾക്ക് എന്നെ മനസ്സായിട്ടില്ല, സംശയം തീർന്നിട്ടില്ല. പെണ്ണുങ്ങൾ അങ്ങനെയാ, സ്നേഹക്കൂടുതലുള്ള ഇനം. എപ്പോഴും സംശയിച്ചുകൊണ്ടേയിരിക്കും. അല്ല, നിനക്ക് നിന്റെ വൈസ് പ്രസിഡന്റിനെ ഇവൾക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമായിരുന്നല്ലോ. അത് ശരിയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ചെയ്യേണ്ടത് ചെയ്തില്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പരസ്പരം പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളില്ല. അത് വിവാഹം എന്ന കൂദാശയിലൂടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക അനുഗ്രഹമാണ്. പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ, വിഷമം തോന്നുമ്പോൾ, സങ്കടം വരുമ്പോൾ അടുത്ത് പിടിച്ചിരുത്തി പരസ്പരം ഉള്ളു തുറന്നൊന്ന് സംസാരിക്കുക. ശരി അച്ഛോ. പിന്നെ രണ്ടുപേരും മക്കളുടെ ഓരോ ഫോട്ടോ എപ്പോഴും കയ്യിൽ കരുതുക. അതെന്തിനച്ചോ? മക്കളുടെ ഫോട്ടോ കാണുമ്പോഴെങ്കിലും സ്വന്തം പ്രായത്തെക്കുറിച്ച് ഓർമ്മ വരും. അതനുസരിച്ച് പെരുമാറാൻ പഠിക്കണം. വിശുദ്ധ ഗ്രന്ഥം നാം പരിശോധിക്കുമ്പോൾ വ്യക്തമായി നാം കാണുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവം താൻ സൃഷ്ടിച്ച സൃഷ്ടികളോട്, പ്രത്യേകിച്ച് മനുഷ്യരോട് തുറന്ന് സംസാരിക്കുകയാണ്. ഇത്തരത്തിലുള്ള തുറന്ന സംസാരം, ഇടപഴകുന്ന മനോഭാവം സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇത് വ്യക്തമാണ്. എത്ര കണ്ട് സ്വാതന്ത്ര്യത്തിലൂടെയാണ് താൻ സൃഷ്ടിച്ച ആദി മനുഷ്യരോട് അവിടുന്ന് ഇടപഴകുന്നത്. ആദി മനുഷ്യർ സകല മനുഷ്യവർഗത്തിൻ്റെയും പ്രതീകം തന്നെയാണ്. പ്രവാചകരിലൂടെ ഏറ്റവും അവസാനമായി സ്വന്തം പുത്രനിലൂടെ മനുഷ്യനോട് സംസാരിക്കുന്ന, ഇടപഴകുന്ന, നിരന്തരമായി ബന്ധപ്പെടുന്ന ദൈവത്തെ നാം കാണുകയാണ്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ
പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ത്രീ പുരുഷന്മാർ ഇത്തരത്തിൽ തുറന്ന് സംസാരിക്കുന്നവരാവണം. എവിടെയാണോ ചലനാത്മകതയുള്ളത് അവിടെ ജീവനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ചലനാത്മകത ഇല്ലാത്തിടത്ത് ജീവനില്ല. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ചലനാത്മകതയ്ക്ക് ആധാരമെന്ന് പറയുന്നത് അന്യോന്യം തുറന്ന് സംസാരിക്കുന്ന, ഇടപഴകുന്ന കുടുംബാംഗങ്ങൾ തന്നെയാണ്. പല കുടുംബങ്ങളിലും അസ്വസ്ഥതയുണ്ടാകുന്നതിന്, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകുന്നതിന് കാരണം തുറന്ന് സംസാരിക്കുന്ന മനോഭാവം ഇല്ലാത്തത് തന്നെയാണ്. ഭാര്യാഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ അനന്യരാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമാർന്ന വൈകാരിക ഭാവങ്ങളുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമാർന്ന സ്വഭാവ സവിശേഷതകളുണ്ട്. ഭർത്താവിൻ്റെ പ്രവർത്തന ശൈലിയല്ല ഭാര്യയുടേത്. മാതാപിതാക്കളുടെ പ്രവർത്തന ശൈലിയല്ല മക്കളുടേത്. ഓരോരുത്തരും അനന്യരാണ്. പക്ഷേ അവരെല്ലാവരും കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ തുറന്ന് സംസാരിച്ച് തുറന്ന് ഇടപഴകിയേ മതിയാവും. അത്തരത്തിൽ തുറന്ന് സംസാരിക്കുന്ന, തുറന്ന് ഇടപഴകുന്ന ആളുകളോടാണ് നമുക്ക് ബന്ധമുണ്ടാകുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അധികമൊന്നും നിങ്ങൾ ഇടപഴകാത്ത, എപ്പോഴും സംസാരിക്കാത്ത ആളിനോടാണോ നിങ്ങൾക്ക് ബന്ധം? അതോ തൊട്ടടുത്ത് താമസിക്കുന്ന, നിങ്ങളെപ്പോഴും സംസാരിക്കുന്ന, ഇടപഴകുന്ന ആളിനോടാണോ ബന്ധം? തീർച്ചയായും അധികമൊന്നും സംസാരിക്കാത്ത, കൂടെ കാണാത്ത ഒരു കുടുംബാംഗത്തോടായിരിക്കില്ല നിങ്ങൾക്കുള്ള ബന്ധം. എപ്പോഴും കാണുകയും പറയുകയും ചെയ്യുന്ന ആളിനോടായിരിക്കും ബന്ധം. നമ്മൾ ഒരാളോട് എത്ര കണ്ട് സംസാരിക്കുന്നുവോ അത്ര കണ്ട് ആ ആളിനോടുള്ള ബന്ധം കൂടുകയാണ്. ആ ആളിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ അടിസ്ഥാന തത്വം ഇത് തന്നെയല്ലേ? നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് ആധ്യാത്മിക പിതാക്കന്മാർ പറയുന്നുണ്ട്. ഈശോ തന്നെയും കൂടുതൽ നേരം പ്രാർത്ഥിച്ചിരുന്നു. കൂടുതൽ നേരം പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? പിതാവുമായിട്ടുള്ള ബന്ധം ദൃഢപ്പെട്ടു. പിതാവിനെ കൂടുതൽ അടുത്തറിയാൻ പറ്റി. നാമും ഇഹലോകത്തിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ദൈവത്തെ കൂടുതൽ അറിയാൻ പറ്റുന്നു. ദൈവത്തിന് നമ്മെ കൂടുതൽ അറിയാൻ പറ്റുന്നു. ഇതേ ഒരു തത്വം തന്നെ കുടുംബത്തിലും കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ. തുറന്ന് സംസാരിക്കാൻ സാധിക്കണം. തുറന്ന് ഇടപഴകാൻ സാധിക്കണം. കാര്യങ്ങൾ പലപ്പോഴും ചോദിച്ചാലേ അറിയുള്ളൂ. അത് ഭാര്യാഭർത്തൃ ബന്ധത്തിലും ശരിയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങളെ സംബന്ധിച്ച് കുടുംബനാഥ വിഷമത്തോടെ പറയും, നിങ്ങളെന്നാ ചോദിക്കാഞ്ഞേ? നിങ്ങൾ ചോദിച്ചിരുന്നാൽ ഞാൻ പറഞ്ഞേനെ. അപ്പോൾ കുടുംബനാഥൻ എന്നാ പറയും? ഞാൻ ചോദിക്കാതെ തന്നെ നിനക്ക് പറയാൻ മേലായിരുന്നു. ശരിക്കും ഈ ചോദ്യവും പറച്ചിലും ഉണ്ടാകണം. ഉള്ളിലിരിപ്പ് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ചോദ്യവും പറച്ചിലും ഉണ്ടാകണം. തന്നെയല്ല, ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് ഭാര്യാഭർത്തൃ ബന്ധത്തിലാവാം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിലാവാം. സംസാരിക്കുമ്പോൾ ശാരീരിക ഭാഷ കൂടി ശ്രദ്ധിക്കാൻ സാധിക്കണം. ഭാര്യാഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇടപഴകുമ്പോൾ അന്യോന്യം മനസ്സിലാക്കാൻ ഇരുവരുടെയും മനഃശാസ്ത്രം മനസ്സിലാക്കുന്നത് നല്ലതാണ്. സാധാരണ വിവാഹോരുക്ക ധ്യാനത്തിനും മറ്റും സ്ത്രീ പുരുഷന്മാരുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ അവസാനമായി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. ഇത് സ്ത്രീ പുരുഷന്മാരുടെ പൊതു മനഃശാസ്ത്രമാണ്. പക്ഷേ നിങ്ങളുടെ ഭാര്യയെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭർത്താവിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ പൊതുവായി ചില മാനസിക അവസ്ഥകളെക്കുറിച്ച്, മനഃശാസ്ത്ര തലങ്ങളെക്കുറിച്ച് നമുക്ക് മനുഷ്യബന്ധത്തോട് ബന്ധപ്പെട്ട്, പെരുമാറ്റത്തോട് ബന്ധപ്പെട്ട് പറയാമെങ്കിൽ തന്നെയും ഓരോ വ്യക്തിയുടെയും മനഃശാസ്ത്രം വ്യത്യസ്തമാണ്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബന്ധത്തിൽ ചിലപ്പോഴൊക്കെ ഈ ഒരു തലത്തിൽ കുറവുകൾ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും മക്കൾ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്ന വേദികൾ കുടുംബത്തിന് പുറത്താകുന്നു. അത് അപകടകരമാണ്. ഇഹലോകത്തിൽ ഒരു മകനെ, മകളെ
കൂടുതലായി സ്നേഹിക്കുന്നത്, കരുതുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അപ്പനമ്മമാർ ഉത്തരം പറയും, അത് മറ്റാരുമല്ല, അവരുടെ മാതാപിതാക്കളാണ്. പക്ഷേ കുട്ടികൾ തുറന്ന് സംസാരിക്കുന്നത്, ഇടപഴകുന്നത് അവരുടെ സുഹൃത്തുക്കളോടായി മാറുന്ന അവസ്ഥ, മറ്റു പലരോടുമായി മാറുന്ന അവസ്ഥ, അത്തരത്തിലുള്ള തുറവി അപകടകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയൊക്കെ ജീവിതത്തിൽ സ്വന്തം അപ്പനോടും അമ്മയോടും തുറന്നു പറയാത്ത രഹസ്യാത്മകതയുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടി പരിചയപ്പെടുന്ന ആൺകുട്ടികളോട് പറയുന്ന അവസ്ഥ, അത് ഒരു പക്ഷേ അവളെ അപകടകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയേക്കാം. അങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ അനുദിനം നമ്മൾ കേൾക്കുന്നു. മാതാപിതാക്കൾ തീർച്ചയായും അന്യോന്യം സംസാരിക്കുന്ന രീതി മക്കൾക്കും മാതൃകയായി മാറുക തന്നെ ചെയ്യണം. ഇവിടെ തുറന്ന് സംസാരിക്കുമ്പോൾ എത്ര കണ്ട് അത് സ്വീകാര്യമാകുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അവർ ഈ കൊച്ചുവായിൽ പറയുന്നത് കൊച്ചു ജീവിതാനുഭവങ്ങളാണ്, കൊച്ചു സംസാരങ്ങളാണ്. അവരുടെ ബാല്യകാലത്ത് അവർക്കുണ്ടാകുന്ന ഈ ചെറിയ ചെറിയ അനുഭവങ്ങളെ കേൾക്കാൻ ഈ പപ്പ മമ്മി അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ, അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആ മനസ്സിൽ അപ്പോഴേ ഒരു പാഠം രൂഢമൂലമാകുന്നു. എന്താണ്? എൻ്റെ പപ്പ, എൻ്റെ മമ്മി എന്നെ കേൾക്കുന്നയാളാണ്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നയാളാണ്. അതേസമയം ഈ കുട്ടിക്കാലത്ത് ഈ മാതാപിതാക്കളോട് കുഞ്ഞുങ്ങൾ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ ഗൗരവത്തിലാണ് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നീ വേറെ ആരോടെങ്കിലും ചെന്ന് പറ എന്നുള്ളൊരു മനോഭാവത്തോടെയാണ് അവരോട് ഇടപഴകുന്നെങ്കിൽ പതുക്കെ പതുക്കെ അവർ പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം തുറന്ന് സംസാരിക്കണം, തുറന്ന് സംസാരിക്കുന്ന അവസ്ഥയുണ്ടാവണം. ഞാനിത് പറയുമ്പോൾ ദുഃഖകരമായ ഒരു അനുഭവം ഓർക്കുക. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിനടുത്ത് ഉണ്ടായ സംഭവമാണ്. പെട്ടെന്ന് ഒരു പ്രഭാതത്തിൽ ഞങ്ങൾ കേൾക്കുന്നു, ആ വീട്ടിൽ കുടുംബനാഥൻ മരണമടഞ്ഞു എന്ന് മാത്രമല്ല, മരിച്ചിട്ട് ഒരാഴ്ചയായെങ്കിലും ഈ കുടുംബനാഥെ അറിഞ്ഞില്ല. ഒരുപക്ഷെ ഇത് സംഭവ്യമാണോ എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചേക്കാം. ഈ ഒരാഴ്ചയായിട്ട് മരിച്ച കുടുംബനാഥനുമായി എത്ര കണ്ട് ആ സ്ത്രീക്ക് അടുപ്പമുണ്ടായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ അവിടെ 2 കുടിയും വെയ്പ്പും കിടപ്പും ഒക്കെ ആയിരുന്നു. ആഴ്ചകളോളം ഇവർ തമ്മിൽ ബന്ധമില്ലായിരുന്നു. ആഴ്ചകളോളം മാറി നിൽക്കുന്ന അവസ്ഥ. വലിയ വീടാണ്, ഒത്തിരി ഏക്കറൊക്കെ ഉണ്ട്. ഇദ്ദേഹം അവിടെ തന്നെ കുടിയും വെയ്പ്പും ഒക്കെ ആയിട്ട് കഴിയുന്നുണ്ടെന്ന് ഈ സ്ത്രീ വിചാരിച്ചു. പക്ഷേ മരണം സംഭവിച്ചു. ഇതാ ചീഞ്ഞഴുകിയ മൃതശരീരം. അന്ന് വലിയ വാർത്തയായിരുന്നു അത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നോക്കിക്കേ, എത്ര കണ്ടുണ്ട് അവിടെ. ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് എയർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ്, വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ്. അന്യോന്യം സംസാരിക്കാത്ത അവസ്ഥ, മനസ്സ് തുറക്കാത്ത അവസ്ഥ. അന്യോന്യം മനസ്സ് തുറന്നാൽ തന്നെ എന്തൊരു സന്തോഷമാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ഇങ്ങനെയൊന്നും മനസ്സ് തുറന്നാൽ. സത്യത്തിൽ അടുത്തിരുന്ന് മനസ്സ് തുറക്കാൻ ദൈവം തന്ന വലിയ ദാനങ്ങളും അനുഗ്രഹങ്ങളുമല്ലേ ഈ ഭാര്യയും ഭർത്താവും. മനസ്സ് തുറക്കാൻ പറ്റേണ്ടതല്ലേ? ഭാര്യയുടെ മുൻപിൽ, ഭർത്താവിൻ്റെ മുൻപിൽ മനസ്സ് തുറക്കുന്നില്ലെങ്കിൽ, തുറന്ന് സംസാരിക്കുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നമുക്കതിന് പറ്റുക? അയൽപക്കത്തോ? എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റും അങ്ങനെ തുറന്നാൽ? രഹസ്യാത്മകതയുള്ള നിൻ്റെ ജീവിതബന്ധിയായ കാര്യങ്ങൾ തുറന്നു വയ്ക്കാൻ പറ്റുന്നു നിൻ്റെ ജീവിത പങ്കാളിക്ക് മുൻപിൽ. ഈ ഒരു മാതൃക തന്നെയാണ് മക്കൾക്ക് ലഭിക്കേണ്ടത്. എൻ്റെ പപ്പയുടെ മുമ്പിൽ, എൻ്റെ മമ്മിയുടെ മുമ്പിൽ എനിക്ക് എന്തും തുറന്നു പറയാൻ സാധിക്കും, ആത്മവിശ്വാസത്തോടെ തുറന്നു പറയാൻ സാധിക്കും. ഇനി ഇങ്ങനെ തുറക്കുന്നത് വഴി
ഒത്തിരി ജീവിത വിജയം നേടാൻ സാധിക്കും. ഭാര്യയുടെ ജീവിതത്തിൽ, ഭർത്താവിൻ്റെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കുന്ന നിർദ്ദേശങ്ങൾ അന്യോന്യം നൽകാൻ പറ്റും. ഭാര്യ ഇക്കാര്യം തുറന്നു പറയുന്നില്ലെങ്കിൽ, ഭർത്താവ് തൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട ഇക്കാര്യം തുറന്നു പറയുന്നില്ലെങ്കിൽ ഒരിക്കലും ഒരു മാർഗനിർദ്ദേശം കൊടുക്കാൻ പറ്റുകയില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ മാത്രമല്ല, മക്കളുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. മറ്റാരെയുംക്കാൾ ബുദ്ധിപൂർവമായ, വിവേകപൂർവമായ ഒരു നിർദ്ദേശം ഈ മക്കൾക്ക് അപ്പനമ്മമാർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ അവിടെ തുറന്ന് കാര്യങ്ങൾ പറയാൻ, തുറന്ന് സംസാരിക്കാൻ, ചോദിക്കാൻ ഇടയാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ അന്യോന്യമുള്ള സംസാരം നിലച്ച് നിശബ്ദത ഉണ്ടാവുകയാണ്. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്ത് വന്നപ്പം കണ്ടതാണ്, ഒരു കുടുംബനാഥ ബാഗിൽ നിറച്ച് പാവക്കുട്ടികളെ വെച്ചിരിക്കുക. കാരണം ഈ കുഞ്ഞിന് യാത്രയിൽ കൊടുക്കാനാ, കളിപ്പിക്കാനാ. ഇന്ന് നമ്മുടെ വീടുകളിലെ അവസ്ഥ ഇതാ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇടപഴകുന്നതും കളിക്കുന്നതുമൊക്കെ പാവകളോടാണ്. മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടറോടായി, അല്ലെങ്കിൽ മൊബൈൽ ഫോണുമായിട്ട് കളിക്കുന്ന അവസ്ഥയായി. എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തതിനോട് പരസ്പരം ഇടപഴകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. പണ്ടൊക്കെ എന്നായിരുന്നു? കൂട്ടുകാരോടാ, നാട്ടുകാരോടാ ബന്ധപ്പെടുന്നത്, ഇടപഴകുന്നതും കളിക്കളത്തിലേക്കാണ് ചെല്ലുന്നത്. ജീവനുള്ളതുമായിട്ടുള്ള ബന്ധമായിരുന്നു. ഇന്ന് ജീവനില്ലാത്തതുമായിട്ടുള്ള ബന്ധത്തിലൂടെ പോയി പരസ്പരം തുറന്നു പറയാൻ, തുറന്ന് ബന്ധപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം. അതുകൊണ്ട് വലിയൊരു വേദി ദൈവം തുറന്നു തന്നിരിക്കുക. പരസ്പരം തുറന്ന് സംസാരിക്കാൻ, ആശയങ്ങൾ പങ്കുവയ്ക്കാൻ, നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ, പ്രോത്സാഹനം സ്വീകരിക്കാൻ ദൈവം തന്ന മാർഗമാണ് ഭാര്യാഭർത്തൃ ബന്ധം, കുടുംബ ബന്ധങ്ങൾ. ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരം തുറന്ന് സംസാരിക്കാൻ, ഇടപഴകാനാവണം. മക്കൾക്കും ഇത് മാതൃകയാവണം. തങ്ങളുടെ മാതാപിതാക്കൾക്ക് മുമ്പിൽ എന്തും തുറന്ന് പറയാൻ ധൈര്യം അവർക്കുണ്ടാവണം. അതുവഴി അവർക്ക് നേട്ടമാണ് കിട്ടുന്നത് എന്നുള്ള വലിയൊരു ബോധ്യവും അവരെ നയിക്കാനിടയാവണം. ഇങ്ങനെ ഭാര്യാഭർത്തൃ ബന്ധത്തിലും കുടുംബ ബന്ധങ്ങളിലും തുറന്ന് സംസാരിക്കുന്ന, ആശയസംവേദനം നടത്തുന്ന ഒത്തിരി അനുകരണീയമായ കുടുംബങ്ങൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കുടുംബത്തെ നമുക്കിപ്പോൾ പരിചയപ്പെടുന്നതിന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോബി, വീട് മരത്താകര. ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. മൂത്ത ആൺകുട്ടി, അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തത് മകളാണ്, അവൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ വളരെയധികം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. 10-12 വർഷം മുമ്പ് അൾസറിൻ്റെ രോഗത്തിനടിമപ്പെട്ട് ഇവിടെ തൃശ്ശൂർ ആയിരുന്നു. അവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതിൽ നിന്ന് വിടുതൽ ലഭിക്കാതെ 10-12 ദിവസം ഐസിയുലായിരുന്നു. ബ്ലീഡിങ് കാരണം രക്തം 10-12 കുപ്പി കയറ്റി ബ്ലീഡിങ് നിൽക്കാത്ത അവസ്ഥയായിരുന്നു. ഇവിടെ നിന്ന് എറണാകുളത്തേക്കും ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ നിന്ന് 2-3 ദിവസത്തിനുള്ളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സൗഖ്യം കിട്ടുകയും ഓപ്പറേഷനൊന്നും കൂടാതെ സൗഖ്യത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചു. അപ്പോൾ തന്നെ വീട്ടിലെ പ്രശ്നങ്ങളിൽ പ്രയർ മീറ്റിങ്ങിനും യാത്രകൾക്കും പോകുമ്പോൾ ആദ്യ പ്രശ്നങ്ങളുണ്ടായാലും ആ പോകേണ്ട സമയമാകുമ്പോഴേക്കും അതെല്ലാം സോൾവ് ചെയ്ത് വളരെ മനോഹരമായി ഞങ്ങൾക്ക് പോകാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെ മക്കളുടെ കാര്യങ്ങളിലും അവരുടെ കുറവുകൾ കണ്ടെത്തി അവരെ തിരുത്താൻ പലപ്പോഴും സാധിക്കാറുണ്ട്. എൻ്റെ പേര് ജോംസി, വീട് മരത്താകര. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്, സോണലും എസ്തേറും. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ചില തീരുമാനങ്ങളൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച്, മക്കളും ഞങ്ങളും എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വചനം എടുത്ത് വായിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അതിലേക്ക് ഞങ്ങൾ എത്താറുണ്ട്. പിന്നെ ഞങ്ങൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങളായാലും, ഞങ്ങൾക്ക് സ്വർണ്ണപ്പണിയാണ്, ബിസിനസ്സിൻ്റെ കാര്യങ്ങളായാലും എന്തായാലും ഞങ്ങൾ മക്കളോടും കൂടി ഒരുമിച്ച് ഷെയർ ചെയ്യാറുണ്ട്. കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങളത് ഷെയർ ചെയ്യാറുണ്ട്.
ഞങ്ങളുടെ ആവശ്യങ്ങളായാലും എന്തെങ്കിലും നിയോഗങ്ങളായാലും മക്കളോടും കൂടി എല്ലാവരോടും കൂടി ഷെയർ ചെയ്ത് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ സമർപ്പിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ 4 പേരും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകും. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ നിയോഗങ്ങളും പ്രാർത്ഥനകളും എന്തെങ്കിലും നീരസങ്ങളോ വഴക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞ് അച്ഛൻ കാസയും പീലാസിയും ഉയർത്തുന്ന സമയത്ത് മക്കളോട് പറയും ഇത് സമർപ്പിക്കണം. അപ്പോൾ അവർ അങ്ങനെ സമർപ്പിച്ച് ഞങ്ങൾക്ക് പല അസ്വസ്ഥതകളൊക്കെ അങ്ങനെ നീങ്ങി പോകാറുണ്ട്. വിശുദ്ധ കുർബാനയിൽ ആദ്യമൊക്കെ എനിക്ക് എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് മടിയായിരുന്നു. ജോബയുടെ ഒന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോവും. ഞാൻ കുട്ടികൾക്കൊക്കെ മുടക്കുള്ള ദിവസങ്ങൾ മാത്രമേ പോകാറുള്ളൂ. പക്ഷേ പിന്നീട് വിശുദ്ധ കുർബാനയിലേക്കുള്ള ആ ഒരു ഇത് എനിക്ക് കൂടി വരികയും പിന്നെ എന്നും വിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങൾ മക്കളെയും കൂടി വിളിച്ചെഴുന്നേൽപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. പിന്നെ അവരും കൂടി വിളിച്ചെഴുന്നേൽപ്പിച്ച് ഞങ്ങൾ എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോവും. അതുകൊണ്ട് എനിക്ക് ലൈസൻസിൻ്റെ ടെസ്റ്റ് വന്ന സമയത്ത് നേരത്തെ പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാതെ ഞങ്ങൾ നേരത്തെ പോയി. പക്ഷെ അന്ന് ആകെ തടസ്സങ്ങളായിരുന്നു, അന്ന് ശരിയായില്ല. അങ്ങനെ പിന്നെ അടുത്ത ടെസ്റ്റിൻ്റെ സമയത്ത് ഞങ്ങൾ എന്തായാലും നേരത്തെ ഒന്നും പോകുന്നില്ല, വിശുദ്ധ കുർബാന കണ്ടിട്ട് തന്നെയാണ് പോകുന്നുള്ളതെന്നുള്ളത് ഞങ്ങൾ 2 പേരും ഒരുമിച്ച് തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ വിശുദ്ധ കുർബാന കണ്ടിട്ടാണ് അന്ന് അവിടെ നേരെ വൈകിട്ടാണ് എത്തിയത്. പക്ഷേ എങ്കിലും വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിച്ചു. ഞാൻ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസൈനിങ് ഒക്കെ പഠിക്കാനായിട്ട് പോകാനായിട്ട് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് സ്വർണ്ണപ്പണി വർക്ക് ഇവിടെ ചെയ്യുന്നതുകൊണ്ട് അതിൽ നിന്ന് ഒരിക്കലും പോകാനായിട്ട് അതിൽ നിന്ന് വിട്ട് നീങ്ങി വേറൊരു സമയം കാണാനായിട്ടുള്ള ഒരു സമയം കാണാൻ സാധിക്കാത്തൊരു ഇതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ ഭാഗം മാനേജ് ചെയ്യാനായിട്ട് ആൾ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലാണ് എനിക്ക് ഇവിടെ നിന്ന് വിട്ട് പോകാൻ പറ്റുള്ളൂ വീട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു 6 മാസത്തോളം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു വെക്കേഷൻ സമയത്ത് ഞാൻ വീട്ടിലേക്ക് പോയിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ആൾ ഫോൺ വിളിക്കുകയാണ്. ഇങ്ങനെ ഞാൻ TV-യിൽ ഒരു പരസ്യം കണ്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ നീ നന്നായി തയ്ക്കണമെന്നൊക്കെ അല്ലേ, അപ്പോൾ ഞാനിത് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്, അടുത്ത ആഴ്ച തൊട്ട് ക്ലാസ്സിന് പോവാം. ഞാൻ ഈ ഒരു കാര്യം ആളോട് പറയുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. തക്ക സമയത്ത് ദൈവം ഇടപെട്ടു, ഞങ്ങൾക്ക് ആ കാര്യം നടത്തി തന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പരസ്പരം ബന്ധപ്പെടാനും പരസ്പരം തുറന്ന് സംസാരിക്കാനും അവിടുന്ന് തിരഞ്ഞെടുത്ത് നൽകിയ വിശുദ്ധമായ വഴിയാണ് കുടുംബജീവിതത്തിൻ്റേതെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഭാര്യാഭർത്തൃ ബന്ധത്തിലും മക്കളുമായിട്ടുള്ള ബന്ധത്തിലും തുറവിയോടെ സംസാരിക്കാൻ, കേൾക്കാൻ ഉള്ള സന്നദ്ധത ഞങ്ങളുടെ കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്കും മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ കുടുംബത്തെയും തിരുസന്നിധിയിൽ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയമേ തിരുഹൃദയമേ ഞങ്ങളുടെ വീടിനെ കാക്കണേ, തിരുഹൃദയത്തിൽ തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.